എടാ വെടിവെക്ക്. ആ അങ്ങനെ. ഓ അവനെ ഇന്ന് തോപ്പിക്കണം. എടാ വേഗം വെടിവെക്ക്. നീ എന്തോന്നാ ചെയ്യണേ? വലിയ വായനക്കാരൻ. എടാ നീ കൊറേ നേരം വേഗം തോപ്പിക്കടാ. വായിക്കട്ടെ ഇങ്ങനെ ഞാൻ കളിച്ചെന്താ? ഓ നീ അങ്ങോട്ട് വായിക്കി. എനിക്കൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ആ ഞാൻ മെല്ലെ പറയില്ല. അല്ല പിന്നെ എടാ നീ കൊറേ നേരം കളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നിർത്തിയിട്ട് വാ, നമുക്ക് വായിക്കാൻ. അടിപൊളി. അതെന്റെ ഇഷ്ടം. നല്ല കോമഡി ഇത്. കോമഡി നീ എപ്പ കണ്ടാലും ഈ പബ്ജി പബ്ജി തന്നെ പറയും. എടാ പിന്നെ ജയിക്കണ്ടേ? വിജയിക്കണം. പിന്നെ നീ വലിയൊരു വായനക്കാരനാണ്. വായിക്കും. പഠിപ്പിക്കും. എനിക്ക് ഗെയിം കളിക്കാനൊന്നും ഇഷ്ടമല്ല. അല്ല പിന്നെ നീ എപ്പോ നോക്കിയാലും ഈ ലാപ്ടോപ്പിൽ കളി തന്നെ കളി. ഒന്ന് വായിക്കാനൊന്നും അണ്ണം പഠിപ്പിച്ചോ? വേണ്ട ആവശ്യമില്ല കേട്ടോ. ഓ നീ നല്ല ഒച്ചയല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാ. ഞാൻ നല്ല ഒച്ചയല്ല സംസാരിക്കണത്. Hey friends, it's JBM here and welcome back to my YouTube channel JBM's Tech Malayalam. Friends, നിങ്ങൾ ഇന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ നമുക്ക് ഡബിൾ റോൾ എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഗാലറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുന്നതെന്ന് പറയുകയാണെങ്കിൽ 2 സെപ്പറേറ്റ് ക്ലിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണുന്ന ക്രോപ്പ് ട്രിമ്മർ ആൻഡ് കട്ടർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ ചൂടെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ക്രോപ്പ് ആൻഡ് ട്രിം വീഡിയോ വിത്തൗട്ട് വാട്ടർമാർക്ക്. അപ്പോൾ നമ്മളതെടുത്തു. എന്നിട്ട് സെലക്ട് വീഡിയോ യൂസിങ് ഗാലറി. അപ്പോൾ ഗാലറി എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തത് ഏതാണോ അതെടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അത്രയും നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ട് ക്രോപ്പ് ചെയ്ത് എനിക്ക് അത്യാവശ്യം എത്രയാണ് അത്രയും ഞാൻ ക്രോപ്പ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡബിൾ റോൾ വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകാൻ പാടരുത്. അതായത് ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഒട്ടും ഉണ്ടാകരുത്. കാരണം ലൈറ്റിന് ഡിഫറൻസ് ഉണ്ടായാൽ കുറച്ച് സപ്രഷൻ പോലെ കാണും. അപ്പോൾ ഞാൻ ചെയ്ത ഡബിൾ റോളിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ മേൽഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഭിത്തിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത്ര ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ താഴെ വരുമ്പോഴാണ് നല്ല ഡിഫറൻസ്. അപ്പോൾ ഇത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് ആ വീഡിയോ ക്രോപ്പ് സക്സസ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ പവർ ഡയറക്ടർ എന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡബിൾ റോൾ എന്ന പേരിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പവർ ഡയറക്ടർ വാട്ടർമാർക്ക് ഇല്ലാത്ത പവർ ഡയറക്ടറാണ്. അതായത് ടെക്നിക്കൽ ഗുരു ഹിന്ദി പവർ ഡയറക്ടർ. അപ്പോൾ നമ്മൾ അതായത് ഡബിൾ റോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, വീഡിയോ, അതിൻ്റെ ക്ലിപ്പ്. കാരണം ഞാൻ എന്തിനാണ് എഡിറ്റ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മൾ റെക്കോർഡ് ചെയ്ത് ബാക്കിയുള്ള ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒറിജിനൽ ക്ലിപ്പ് എടുത്ത് ഞാൻ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ലെയർ എന്ന ഓപ്ഷൻ, ഈ സൈഡിൽ കാണുന്ന ലെയർ എന്ന ഓപ്ഷനിൽ വീഡിയോ എന്നൊരു ഓപ്ഷൻ്റെ ലോഗോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ റോൾ ചെയ്യുന്നത്. മെയിൻ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ ലെയർ എന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഡബിൾ റോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് റീസൈസ് ചെയ്യാം, അതായത് എന്ത് സൈസിൽ വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നമ്മൾ ആ സൈസിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ഇത്രയും വയ്ക്കുക. അതിന് ശേഷം ഒരു കളർ വേരിയേഷൻ ഉണ്ടാകാൻ പാടുണ്ട്. ഒരു ഈക്വൽ ആക്കിയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ വെക്കണം. കാരണം ആ ലൈറ്റിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല പിന്നെ അതായത് ആ ലൈറ്റിൻ്റെ ഒട്ടും ഡിഫറൻസ് ഉണ്ടാകാൻ പാടരുത്. പിന്നെ ഒരാൾ ചെറുത് ഒരാൾ വലുത് അങ്ങനത്തെ ഒരു വേരിയേഷൻ ഉണ്ടാകാൻ പാടരുത്. അതാണ് ഒരു കാര്യം. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഒപ്പാസിറ്റി നോക്കണം. അപ്പോൾ ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ എന്തോ ചെറിയൊരു എഫക്റ്റ് പോലെ, അതുകൊണ്ട് നമ്മൾ അത്രയും കുറയ്ക്കണ്ട, സാധാ രീതിയിൽ വയ്ക്കാം. പക്ഷേ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ലൈറ്റ് എന്നൊരു കാര്യമാണ്. ആ ലൈറ്റിൻ്റെ ഒരു വേരിയേഷൻ, അതാണൊരു കാര്യം. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്രൈറ്റ്നസ് എന്നൊരു ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്.
പക്ഷേ അത് കുറച്ചുകൂടി ഒന്ന് സൈസ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വോളിയം ഒന്ന് നമ്മൾ കൂട്ടണം. കാരണം ആ ലെയറിൻ്റെ ആ വോളിയം ഓഡിയോ കോൺഫിഗറേഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടുക, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ആ വോളിയം കുറച്ചുകൂടി ഇൻക്രീസ് ആവും. പിന്നെ നമ്മളിവിടെ നമ്മുടെ ഒറിജിനൽ ക്ലിപ്പ് എടുത്തു. അപ്പോൾ ആ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് ബ്രൈറ്റ്നെസ് എന്ന ഭാഗമുണ്ടല്ലോ അത് നമ്മൾ കൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്, അല്ല ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ മൈനസ് ആക്കിയത് -8, അപ്പോൾ -8 എന്ന ആ റേഞ്ചിലാണ് നമ്മൾ ബ്രൈറ്റ്നെസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഏകദേശം ഒരു വേരിയേഷനൊന്നും ഇല്ലാതെ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു രീതിയിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഡബിൾ റോൾ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ആ കൈൻ്റെ ആ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ പോലെ ഉണ്ട്. അപ്പോൾ ഡബിൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ലൈറ്റിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഏത് ഡബിൾ റോൾ ചെയ്യുമ്പോഴും ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് അനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ലാപ്ടോപ്പിൽ ശരിക്കും ഗെയിം കളിക്കുകയല്ല. അതിൽ ഞാൻ നേരത്തെ എടുത്ത ക്ലിപ്പാണ് ഞാൻ ബുക്ക് വായിക്കുന്നത്. ആ ബുക്ക് വായിക്കുന്ന ക്ലിപ്പ് ഞാൻ നേരെ എൻ്റെ ലാപ്ടോപ്പിൽ ഈ സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇങ്ങനെ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗെയിം കളിക്കുന്ന ഒരു രീതിയിൽ ഞാൻ കാണിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ വേറെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ബുക്ക് വായിക്കുന്ന ഇത് ഞാൻ ലാപ്ടോപ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്നറിയില്ല. കാരണം നിങ്ങൾക്ക് ശരിക്കും ഒന്നുകൂടി കണ്ടാൽ മനസ്സിലാവും. അതായത് നമ്മൾ ആദ്യം എടുത്ത ക്ലിപ്പില്ലേ, അതിപ്പോൾ ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഗെയിമറും ഒരു പഠിപ്പിയും ആ ഒരു ബേസിക് സ്റ്റോറി രീതി പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും ഗെയിം കളിക്കല്ല, ഞാൻ ആ വീഡിയോ കാണുകയാണ്. ഞാൻ വേറെ കോസ്റ്റ്യൂം ഇട്ട്, വേറൊരു ഡ്രസ്സ് ഇട്ട്, വേറെ ഒരു വേഷത്തിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തല്ലോ നേരത്തെ, അത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ബ്രൈറ്റ്നെസ് ഒന്ന് ലേശം കൂട്ടുകയാണ്, കാരണം ആ ഒരു വേരിയേഷനൊന്നും ഉണ്ടാകാൻ പാടരുത്. പക്ഷേ എന്നാലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ബ്രൈറ്റ്നെസ് ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിടയ്ക്ക് മെസ്സേജ് വന്നു, സോറി കേട്ടോ, ഐഡിയക്കാരല്ലേ. പിന്നെ വേറെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, വേറൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും ഒരു ഡബിൾ റോൾ ചെയ്യുമ്പോൾ ഒരു നല്ല ഏരിയയിൽ എടുക്കുക. പിന്നെ ഷേക്ക് ഉണ്ടാവരുത്, അതാണ് മെയിനായിട്ട്. അതായത് ലൈറ്റിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ ഷേക്കിങ്. അത് ഷേക്കില്ലാതെ, ഞാനിപ്പോൾ ട്രൈപോഡിലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ട്രൈപോഡിലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം അത് ഷേക്ക് ഉണ്ടാവില്ല, നല്ല രീതിയിൽ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അത് SD കാർഡിലേക്ക് സേവ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ റോളിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ.